എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പിച്ചൂസ് വേൾഡ്. സോ ഞങ്ങളുടെ ഇവിടെ കാലിഫോർണിയ ബേ ഏരിയയിൽ 2 മാസമേ വിന്റർ ഉണ്ടാവുള്ളൂ. സോ വിന്റർ വരുന്നതിന് മുന്നേ എൻ്റെ ഗാർഡൻ ഇതങ്ങനെയായിരുന്നു. നല്ല ഹരിതാഭയും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 മാസം ഡിസംബർ ആൻഡ് ജാനുവരി ഓടിപ്പോയി ആ മാസങ്ങൾ. പക്ഷേ എൻ്റെ ഗാർഡൻ ഇപ്പോൾ വന്നിട്ട് ഈ കോലത്തിലായി. എൻ്റെ തക്കാളി ചെടിയും അതുപോലെ തന്നെ ബേസിലൊക്കെ ഫുള്ളായിട്ട് വാടിപ്പോയി. സോ ഇപ്പോൾ കണ്ടില്ലേ, നല്ല കോലത്തിലിരിക്കുകയാണ്. ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. സോ ഇന്നിപ്പോൾ ഇവിടെ ഫെബ്രുവരി തുടങ്ങി. ഫെബ്രുവരി 14th ഇന്ന് ഡേറ്റ്. സോ ഇന്ന് ഞാൻ ഈ നമ്മുടെ ഗാർഡൻ മൊത്തം ക്ലീൻ ചെയ്യാൻ പോകണം. ഒരുപാട് പണിയുണ്ട്. സൈഡിലുള്ള മരമൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുകയാണ് വിൻ്ററിൽ. സോ ഒന്ന് കള പറിക്കണം, മണ്ണ് മാറ്റണം, ഫെർട്ടിലൈസേഷൻ ചെയ്യണം, അതുപോലെ തന്നെ പുതിയ വിത്തിടണം, പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം വരും, നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ട്രാഷ് കവർ എടുത്തിട്ട് ഇവിടെയുള്ള വേസ്റ്റ് എല്ലാം കളയാണ്. അപ്പം ഞാൻ എല്ലാ ചട്ടീൻ്റെ അടിയിൽ ഓരോ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മാസം ഇവിടെ മഴ ആയത് കാരണം ഞാൻ ആ പ്ലേറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓവർ വാട്ടറിങ് ആയിട്ട് അല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോവും. അപ്പം എല്ലാ വേസ്റ്റും എടുത്ത് ആദ്യം പെറുക്കി ആ ട്രാഷ് ബാഗിലിട്ടു. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള പറിക്കലാണ്. അപ്പം നമ്മുടെ ചട്ടീനുള്ളിലൊക്കെ ഇഷ്ടം പോലെ കള ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറിച്ച് കളയണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടികളിൽ വാടിപ്പോയിട്ടുള്ള കൊമ്പൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ ഈ ചില്ലി പ്ലാന്റിലൊക്കെ എസ്പെഷ്യലി ഒരുപാട് കൊമ്പൊക്കെ വാടിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ചെടി ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. വിൻ്റർ ആയത് കാരണം അതിൻ്റെ ചില ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ വാടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ വാടിപ്പോയിട്ടുള്ള ഇലയും അങ്ങനെ കട്ട് ചെയ്യണം. അപ്പം മാത്രമേ ഇനി വളരുമ്പോൾ ആ ചെടി നല്ല ബുഷിയായിട്ട് വളരുള്ളൂ. അപ്പം ഇത് വലിയ പണിയാണ്. ഓരോ ചട്ടിയായിട്ട് എടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഓരോ ചട്ടിയായിട്ട് എടുത്ത് മാറ്റി ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ ഗാർഡനൊക്കെ ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടോ. അപ്പം അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടികളിലുള്ള മണ്ണ് മാറ്റലാണ്. അപ്പം 1 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിംഗ് സോയിലല്ല, അപ്പം അതിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചെടിയായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ അതിലുള്ള മണ്ണൊക്കെ മാറ്റി കൊടുക്കുക. അതിൻ്റെ വേരിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും വരാൻ പാടില്ല. അതുകൊണ്ട് മെല്ലെ ഭയങ്കര ജെൻറ്റിലായിട്ട് ഇത് ചെയ്യുക. അതിനുശേഷം വേറൊരു പോട്ടിൽ കുറച്ച് ഓർഗാനിക് പോട്ടിംഗ് സോയിലും അതുപോലെ തന്നെ കോമ്പോസ്റ്റും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചിടുക. അതിനുശേഷം നമ്മളുടെ ഈ ചെടി എടുത്ത് അതിൻ്റെ മേലേക്ക് ഇടുക. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് എപ്സം സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എപ്സം സോൾട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചെടിക്ക് വളരെയേറെ ഹെൽപ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടീൻ്റെ എൻറ്റയർ ഗ്രോത്തിന് എപ്സം സോൾട്ട് വളരെ നല്ലതാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ തക്കാളിക്കും പച്ചമുളകിനും എപ്സം സോൾട്ട് വളരെ നല്ലതാണ്. അതിനുശേഷം കുറച്ച് ഓർഗാനിക് ഫെർട്ടിലൈസറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ പ്രൊസീജിയർ. സോ ഓരോ ചട്ടിയായിട്ട് എടുത്തിട്ട് ഞാൻ സെയിം പ്രൊസീജിയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിത്തൊക്കെ ഞാൻ 10 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂഷ്വൽ ടിഷ്യൂ പേപ്പർ മെത്തേഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ ലൈറ്റായിട്ടൊന്ന് നനച്ചിട്ട് അതിലേക്ക് വിത്തിട്ടിട്ട് ആ ടിഷ്യൂ പേപ്പർ മടക്കുക, എന്നിട്ട് അതൊരു സിപ്പ് ലോക്ക് കവറിലാക്കുക. അങ്ങനെ ഞാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 ദിവസമായി. അപ്പോൾ എൻ്റെ വിത്തൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ പോട്ടിംഗ് സോയിലും കോമ്പോസ്റ്റും കുറച്ച് എപ്സം സോൾട്ടും
ഫെർട്ടിലൈസറും. ഈ 4 കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സീഡ് സ്റ്റാർട്ടിങ് ട്രേയിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മുടെ മുളച്ചിട്ടുള്ള വിത്തൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഇന്ന് മുതൽ അത് മണ്ണിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയും കൂടി എടുക്കും. മുളയ്ക്കാനല്ല, അത് കുറച്ചിങ്ങനെ മേലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയെങ്കിലും എടുക്കും. അതിനുശേഷം നമുക്ക് ആ ചെടി കുറച്ച് സൈസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒരു വലിയ പോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഗാർഡൻ ഓൾമോസ്റ്റ് ക്ലീനായി. അതുപോലെ തന്നെ എൻ്റെ പോട്ടിംഗ് സോയിലും കാലിയായി. ഒരു ചാക്ക് പോട്ടിംഗ് സോയിൽ ഉണ്ടായിരുന്നു, അത് ഫുൾ കാലിയായി. ഇനിയിപ്പോൾ ഇന്ന് വേറെ ഒരു ചാക്കും കൂടെ പോയിട്ട് വാങ്ങിക്കണം ഹോം ഡിപ്പോന്ന്. അപ്പം ഇന്നത്തെ പണി ഇന്ന് കഴിയാണ്, കാരണം തീരെ ഭയങ്കര ടയേർഡായിപ്പോയി. ഇനി നമുക്ക് നാളെ രാവിലെ തുടങ്ങാം കേട്ടോ. അങ്ങനെ ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ 2ാമത്തെ ദിവസം തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ തന്നെ ഞാൻ 2 ട്രാഷ് കവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാണ് കട്ട് ചെയ്യുന്നതെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്? വേറെ ഒന്നുമല്ല, നമ്മളിന്ന് ബാക്കിയുള്ള പോട്ടൊക്കെ കുറച്ച് സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഇങ്ങനെ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും വിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും പെയിൻ്റ് ആവും. എവിടേക്കൊക്കെ പെയിൻറ്റ് തെറിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ പഴയ പോട്ടൊക്കെ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് തുടയ്ക്കണം. അതിൽ ഏതൊരു വിധത്തിലുള്ള വെള്ളവും ഉണ്ടാവാൻ പാടില്ല, ജലാംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടയ്ക്കുക. അതിനുശേഷം നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ 2 കൈയിലും ഗ്ലൗസ് ഇടണം. അതുപോലെ തന്നെ ഒരു മാസ്ക് ഇടാൻ മറക്കരുത്, കാരണം ഇതിൻ്റെ ഭയങ്കര സ്മെല്ലാണ്, അത് ശ്വസിക്കുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ട് എന്തായാലും ഒരു മാസ്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്തത് അതേപോലത്തെ കുറേ ബാംബൂ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ തക്കാളി ചെടിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാരി പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഒരു കുഞ്ഞ് വേലി ഉണ്ടാക്കുകയാണ്. കാരണം ഇപ്രാവശ്യം ഞാൻ കുറേ ബീൻസിൻ്റെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട്, പല വെറൈറ്റി ബീൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനൊരു വേലി പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ചട്ടീൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? 2 വെറൈറ്റി ബീൻസിൻ്റെ വിത്താണുള്ളത്. ആ ചട്ടിയിലാണ് ഞാൻ ഈ വേലിയിട്ടത്. നല്ല രസമുണ്ട് അല്ലേ? ഇന്നലെ ഞങ്ങൾ 99 സെൻറ്റ് സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചാണ് ഈ 3 കുഞ്ഞ് പോട്ടും ഒരു ട്രേയും, അതുപോലെ തന്നെ ഒരു ചെറിയൊരു വെള്ളം ഒഴിക്കണ ഒരു പാത്രം. അപ്പം ഇത് ഞാൻ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഞാൻ കുറേ ഹോൾസ് ഇട്ടു, മറ്റേ കുഞ്ഞ് കപ്പിലും ഹോൾസ് ഇട്ടു. എന്നിട്ട് ഇതിൽ ഞാൻ ചെടി നടാൻ പോവാണ്. അപ്പോൾ ഇന്നലെ ഹോം ഡിപ്പോയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ പോട്ടിംഗ് സോയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കുഞ്ഞ് ചെടിയും വാങ്ങിച്ചു. ഈ ചെടീൻ്റെ പേര് പ്രിംറോസ് എന്നാണ്. അപ്പോൾ ഈ പ്രിംറോസിനെ ഞാൻ ആ വാട്ടർ ക്യാനിൽ നടാൻ പോവാണ്. നല്ല പിങ്ക് പോട്ടിൽ നല്ല പേർപ്പിൾ കളർ പൂവ്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ ഇല്ലാത്തൊരു ചെടിയായിരുന്നു റോസ്. അപ്പോൾ ഇന്നലെ ഒരു മഞ്ഞ റോസും വാങ്ങിച്ചിട്ട് വന്നു. സോ ഇന്നും വിത്തിടുന്ന തിരക്കിലാണ്. കുറേ വിത്ത് ബാക്കി ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനും ഓൾമോസ്റ്റ് ക്ലീനായി. അപ്പം ഇനിയിപ്പോൾ ഈ വിത്തൊക്കെ മുളച്ച് വന്നതിന് ശേഷം ഇതിനെ വലിയ പോട്ടിലേക്ക് മാറ്റണം. അത് വേറൊരു പണി വരുന്നുണ്ട്, അത് ഇപ്പോഴത്തേക്കില്ല, ആ വിത്തൊക്കെ മുളച്ചതിന് ശേഷമേ ഉള്ളൂ. സോ ഞാൻ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഗാർഡൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഈ 2 ഗാർഡൻ സ്റ്റേക്സ് ഞാൻ ഡോളർ ട്രീയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അതും കൂടെ ഞാൻ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ, ഓറഞ്ച് കളറിലും പിങ്ക് കളറിലും. ഇപ്പം കണ്ടോളൂ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഗാർഡൻ. ഇനിയിപ്പോൾ എല്ലാ വിത്തും മുളച്ചതിന് ശേഷമാണ് അടുത്ത പണി വരിക. അതുവരെ ഞാൻ ഇതിങ്ങനെ എപ്പോൾ മുളയ്ക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ ബേർഡ് ഫീഡറിൻ്റെ മേലെ ഞാൻ കുറച്ച് പോട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഞങ്ങളുടെ ഈ ബാൽക്കണീൻ്റെ റെയിലിങ്സിൻ്റെ മേലെ പോട്ടൊന്നും തൂക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാനിതിപ്പോൾ എന്ത് ചെയ്യും, എവിടെ വെക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചതായിരുന്നു. അപ്പോൾ ശരി, എന്നാലും ബേർഡ് ഫീഡറിൻ്റെ മേലെ വെക്കാമെന്നൊരു ഐഡിയ വന്നു. അങ്ങനെ അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. ബാക്കി 2 പോട്ട് ആ വേലീൻ്റെ മേലെയും തൂക്കിയിട്ടിട്ടുണ്ട്. സോ നല്ല ഓറഞ്ച്, യെല്ലോ, റെഡ് കളറിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് നമ്മുടെ ഇഡ്ലി മാവിൻ്റെ ഡപ്പയാണ് കേട്ടോ അത്.
സോ നമ്മുടെ ഗാർഡനൊക്കെ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് വലിയ വലിയ പോട്ട് ഞാൻ തൊടാണ്ട് വെച്ചിട്ടുണ്ട്. ഈ വിത്തൊക്കെ മുളച്ചതിന് ശേഷം മാറ്റി നടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വലിയ പോട്ടുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് ഞാൻ പിന്നെയും പോയി വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.